നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. സർവജ്ഞാനിയായ ക്രിസ്തു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41 42 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചാലും. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ യേശുവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്ന് ആകുന്നു. യോഹന്നാൻ സ്നാപകനെ വിട്ട് യേശുവിനെ അനുഗമിക്കുകയും യേശുവിനോടൊപ്പം പാർക്കുകയും ചെയ്ത അന്ത്രയോസ് എന്നയാൾ പിന്നീട് ചെയ്ത പ്രധാന കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് തൻ്റെ സഹോദരനായ ശീമോനെ യേശുവിനോടൊത്ത് തങ്ങൾ പോയി പാർത്ത കാര്യം പറഞ്ഞു. അതുകൊണ്ട് നീയും യേശുവിനെ കാണണം, നീയും യേശുവിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, യേശു രോഗസൗഖ്യം നൽകിയ പല ആളുകളും ഞാനും കൂടെ പോരട്ടെ, യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനും യേശുവിനോടൊപ്പം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാനും ഒക്കെ മനസ്സായിട്ട് ഞാനും കൂടെ പോരാം എന്ന് പറഞ്ഞവരോട് യേശു പറഞ്ഞത്, നീ പോയി നിന്റെ വീട്ടിലുള്ളവരോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് പറയുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ രക്ഷിക്കുന്നതും നമ്മളുടെ ഏറ്റവും അടുത്ത ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പിൽപ്പെട്ട ആളുകളെ നേടാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് അവരുടെ മേലൊരു സ്വാധീനമുണ്ട്, നമ്മളെ അവർക്കറിയാം. നമുക്കുണ്ടായ രൂപാന്തരം, യേശുവിനാലുള്ള രൂപാന്തരം അവർക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരോട് സുവിശേഷം പറയുവാനും സാക്ഷ്യം പറയുവാനും അവരെ കർത്താവിങ്കലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കുന്നത് പോലെ, ബന്ധുക്കൾക്ക് സാധിക്കുന്നത് പോലെ വേറെ ആർക്കും സാധിക്കില്ല. ഇവിടെ ശീമോന്റെ സഹോദരനായ അന്ത്രയോസ് വെറുതെ യേശുവിനെ കുറിച്ച് പറയുക മാത്രമല്ല, യേശുവിങ്കിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. യേശു തൻ്റെ അരുമ ശിഷ്യരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തെമ്പാടും പോയി പ്രസംഗിക്കണമെന്ന് മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്ന് മാത്രമല്ല, അങ്ങനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട ആളുകളെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കാൻ ഉപദേശിക്കണം എന്നും മാത്രമല്ല, പിന്നെ അവരോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, അവരുമായി കൂട്ടായ്മ ആചരിക്കണം. ഇവിടം കൊണ്ടൊന്നും യേശു നിന്നില്ല. യേശുവിൻ്റെ വലിയ നിയോഗത്തിൽ ഉള്ളത് മത്തായി 28-19 വാക്യത്തിലുള്ളത്, നിങ്ങൾ പുറപ്പെട്ട് സകലശിഷ്യോട് സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കുക. അപ്പോൾ യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. പല ആളുകളും ലഘുലേഖ കൊടുക്കുന്നതിൽ, ലിറ്ററേച്ചർ സാഹിത്യം വിതരണം ചെയ്യുന്നത് തൃപ്തരാണ്. ചില ആളുകൾ റേഡിയോ TV മാധ്യമങ്ങളിലൂടെ പ്രസംഗിക്കുന്നത് തൃപ്തരാണ്. ചില ആളുകൾ വലിയ കൺവെൻഷനുകളും പരസ്യങ്ങളും നടത്തുന്നതിലൊക്കെ വളരെ തൃപ്തരാണ്. വേറെ ചില ആളുകൾ വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങളൊക്കെ ആളുകളെ പഠിപ്പിക്കുന്നതിൽ വളരെ ജാഗ്രതയുള്ള ആളുകളാണ്. വേറെ ചില ആളുകൾ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ച് ആളുകളിൽ നിന്ന് ദശാംശവുമൊക്കെ കുത്തിപ്പിഴിഞ്ഞ് വാങ്ങിക്കാനായിട്ടും മിടുക്കരാണ്. ഇതൊന്നുമല്ല വേണ്ടത്. യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ, 1 യേശുവിൽ നിന്ന് പഠിക്കുക, 2 പഠിച്ച കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇതാണ് പ്രധാനമായിട്ട് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇവിടെ അന്ത്രയോസ് അതിന് നല്ലൊരു മാതൃകയാണ്. അദ്ദേഹം പോയി ശീമോനോട് യേശുവിനെ കുറിച്ച് പറയുക മാത്രമല്ല ചെയ്തത്. ചില ആളുകളൊക്കെ ഒരു പരസ്യയോഗം, ഒരു കവലയെ നടത്തിയിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ പങ്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ യേശുവിൻ്റെ ശിഷ്യരായി തീരണം. അതായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് ഗോള്. യേശു അതല്ലേ വലിയ നിയോഗത്തിൽ പറഞ്ഞത്. ഇവിടെ അന്ത്രയോസ് ശീമോനെ യേശുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ യേശു പറയുകയാണ്, നീ
യോനയുടെ മകനായ അല്ലെങ്കിൽ യോഹന്നാന്റെ മകനായ ശീമോനാണ്. നിനക്ക് കേഫ എന്ന് പേരാകും, അല്ലെങ്കിൽ പത്രോസ് എന്ന് പേരാകും. എന്താണ് ഇവിടെ യേശു പറയുന്നത്? പത്രോസിന്റെ ഭൂതകാലം, നീ യോഹന്നാന്റെ മകനാണ്. പത്രോസിന്റെ വർത്തമാനകാലം, നിന്റെ പേര് ശീമോൻ എന്നാണ്. ഭാവികാലം നിനക്ക് കേഫ എന്ന് അല്ലെങ്കിൽ പത്രോസ് എന്ന് പേരാകും. ഭാവികാലം, മനുഷ്യന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും അറിയുന്ന സർവജ്ഞാനിയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, യേശുവിനാൽ രക്ഷിക്കപ്പെടുന്ന ഒരാളുടെ രക്ഷ നിത്യമാണ്, ഭദ്രമാണ് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അല്ലാതെ ഒരാളെ കർത്താവ് രക്ഷിച്ചിട്ട് പിറ്റേ ദിവസം അവൻ്റെ പേര് മായ്ക്കുക, പിന്നെ അവനെ അനുദപിക്കുമ്പോൾ വീണ്ടും പേരെഴുതുക, പിന്നെ പാപം ചെയ്യുമ്പോൾ പേര് വെട്ടുക, പിന്നെ അനുദപിക്കുമ്പോൾ പേരെഴുതുക, അങ്ങനൊരു കാര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ അവരുടെ ഭൂതവും വർത്തമാനവും ഭാവി അറിഞ്ഞിട്ടാണ് യേശു രക്ഷിക്കുന്നത്. അതായത് അവരുടെ ഏത് നിലവാരം അവർക്കുണ്ടാകും, അല്ലെങ്കിൽ എത്രമേനി അവർ വിളയും എന്ന് നോക്കിയിട്ടാണ്. യേശു പറഞ്ഞ് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനി വിളഞ്ഞു. നല്ല നിലത്തെ കാര്യമാണിത്. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, യേശുവിൻ്റെ അടുക്ക വരുന്ന ആളുകളുടെ മരണം വരെയുള്ള ആ ജീവിതം കണ്ടിട്ടാണ് യേശു ആളുകളെ രക്ഷിക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, നീ പിസ്ഗ കൊടുമുടിയിൽ മരിക്കും. അഹരോനെ കുറിച്ച് പറഞ്ഞു, ഹോർ പർവ്വതത്തിൽ വെച്ച് അവൻ മരിക്കും. യാക്കോബിനോട് പറഞ്ഞു, നീ മിസ്രൈമിൽ വെച്ച് മരിക്കും, യോസേപ്പ് നിന്റെ കണ്ണടയ്ക്കും. അപ്പോൾ നമ്മുടെയൊക്കെ മരണം വരെയുള്ള ജീവിത നിലവാരം നോക്കിയിട്ടാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കുമായിരുന്നില്ല, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് കർത്താവ് ആരും ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ കുതിപ്പും കിതപ്പും, നമ്മുടെ വളർച്ചയും തളർച്ചയും, നമ്മുടെ ഇരിപ്പും എഴുന്നേൽപ്പും എല്ലാം അറിഞ്ഞിട്ടാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. ഇവിടെ ശിമോന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും താൻ അറിയുന്നു എന്ന് പറയാനിടയായി. അപ്പോൾ ശിമോൻ യേശുവിൻ്റെ ആ ദൈവത്വം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. ശലോമോന് ജ്ഞാനം പകർന്നു കൊടുത്തവനാണ്, ശലോമോനേക്കാൾ വലിയവനാണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.